കോർപ്പറേറ്റ് ബോണ്ടുകളെ പറ്റിയുള്ള ഒരു ലഘുവിവരണമാണിത്. സ്റ്റോക്ക് മാർക്കറ്റിലെ ചാഞ്ചാട്ടങ്ങൾ കാരണം പലർക്കും നിക്ഷേപിക്കാൻ ഒരു മടിയാണ്, അല്ലേ? എന്നാൽ ഒരു സ്ഥിര വരുമാനം കിട്ടാനുള്ള ഒരു വഴിയാണ് ബോണ്ടുകൾ. ലളിതമായി പറഞ്ഞാൽ, നിങ്ങളൊരു കമ്പനിക്ക് പണം കടം കൊടുക്കുന്നു. അതിനു പകരമായി അവർ ഒരു നിശ്ചിത പലിശയും കാലാവധി കഴിയുമ്പോൾ മുതൽ മുടക്കും തിരിച്ചു തരുന്നു. ഒന്നാമതായി നമുക്കിതിന്റെ ബേസിക്സ് ഒന്ന് നോക്കാം. ഗവൺമെന്റ് ബോണ്ടുകളുണ്ട്, കോർപ്പറേറ്റ് ബോണ്ടുകളുമുണ്ട്. ഗവൺമെന്റ് ബോണ്ടുകളാണ് കൂടുതൽ സുരക്ഷിതം, പക്ഷേ കോർപ്പറേറ്റ് ബോണ്ടുകൾ സാധാരണയായി കൂടുതൽ വരുമാനം തരും. നിങ്ങളുടെ സാമ്പത്തിക ലക്ഷ്യങ്ങളനുസരിച്ച് കാലാവധി തിരഞ്ഞെടുക്കാനും പറ്റും. രണ്ടാമത്തെ കാര്യം, നിക്ഷേപിക്കുന്നതിന് മുമ്പ് എന്തൊക്കെ ശ്രദ്ധിക്കണം? പ്രധാനമായും നോക്കേണ്ടത് അതിന്റെ ക്രെഡിറ്റ് റേറ്റിംഗ് ആണ്. എ പോലത്തെ ഉയർന്ന റേറ്റിംഗ് ഉണ്ടെങ്കിൽ നഷ്ടസാധ്യത കുറവാണെന്ന് നമുക്ക് ഉറപ്പിക്കാം. പിന്നെ ഈൽഡ് ടു മെച്യൂരിറ്റി, അതായത് YTM. ഇതാണ് കാലാവധി വരെ ബോണ്ട് കൈവശം വെച്ചാൽ നിങ്ങൾക്ക് കിട്ടുന്ന യഥാർത്ഥ വാർഷിക വരുമാനം. അവസാനമായി ഇതിലെ റിസ്കുകൾ. ബോണ്ടുകൾ പൂർണ്ണമായും സേഫാണോ? അല്ല. ഡീഫോൾട്ട് റിസ്ക്കാണ് ഏറ്റവും പ്രധാനം. അതായത് കമ്പനി സാമ്പത്തികമായി തകർന്നാൽ നമ്മുടെ പണം നഷ്ടപ്പെടാം. അതുപോലെ പലിശ നിരക്കുകളിൽ വരുന്ന മാറ്റങ്ങളും ബോണ്ടിന്റെ വിലയെ ബാധിക്കും. ചുരുക്കി പറഞ്ഞാൽ, ഒരു സ്ഥിര വരുമാനത്തിന് ബോണ്ടുകൾ നല്ലൊരു ഓപ്ഷനാണ്. പക്ഷേ നിക്ഷേപിക്കുന്നതിന് മുൻപ് അതിന്റെ ക്രെഡിറ്റ് റേറ്റിംഗും നഷ്ടസാധ്യതകളും എപ്പോഴും ഒന്നുകൂടി ഉറപ്പുവരുത്തുക.